ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അല്ല, ചേച്ചിന്റെ ഈ നടു റോഡിലും മിഴിച്ചു നിൽക്കുന്ന എവിടെങ്കിലും പോന്നെങ്കിൽ കേറിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, ഞാൻ സുജാതയെ നോക്കി നിന്നതാ. എന്താ ചേച്ചി, എന്താ കാര്യം? അത് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്ത് കാര്യം? എന്റെ ഭർത്താവ് നീയും തമ്മിൽ എന്താടി ബന്ധം? ആ പാവം മനുഷ്യനെ നീ വഴി പഴപ്പിച്ച് അടങ്ങുമല്ലേ? അവൾ അയാളുടെ കാതിൽ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ നിന്റെ കാൽ ചുവട്ടിൽ സമ്മാനിക്കുന്നു. അയാൾ അവളെ ചേർത്ത് നിർത്തി, പിന്നെ തഴുകി തലോടി പറഞ്ഞു, പ്രിയമുള്ളവരെ, പകരം വെക്കാൻ ഒന്നുമില്ലാത്തവനായി ഞാനിതാ നിന്റെ കാൽക്കൽ വീണ് പ്രണയശിലയായി പരിണാമപ്പെടുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ നിനക്ക് പ്രേമിക്കാൻ? ഇല്ല, കിട്ടിയില്ല. ദത്തൻ സാറിനെ പോലെ സുന്ദരനും മിടുക്കനുമായ ഒരാൾ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനു വേറൊരാളെ അന്വേഷിച്ചു പോണം? ഞങ്ങള് തമ്മിലേ നല്ല ഇഷ്ടത്തിലാ. അധികം വൈകാതെ കല്യാണവും കഴിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്. ഹലോ, ചേച്ചി എന്തൊന്നും മിണ്ടാത്തെ? അല്ല, എന്നെ എന്തിനാ കാത്തു നിന്ന്? അത് സുജാതയ്ക്ക് സുഖം തന്നെയല്ലേ? എന്തോന്ന്? അല്ല, സുജാതയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്തോ കുഴപ്പം? അല്ല, ചുമ്മാ ഒരു ലോഹ്യം ചോദിച്ചതാ. ഞാനേ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വന്നതാ. അപ്പൊ പിന്നെ സുജാത ഈ വഴിക്കാണല്ലോ പോകുന്നേ, അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അല്ല, അതിന് ഇവിടെ എവിടെയാ അമ്പലം? അയ്യോ, അമ്പലമല്ല, ആശുപത്രി. ആശുപത്രി അതിനിവിടെ ആശുപത്രി ഒന്നും ഇല്ലല്ലോ. ആശുപത്രിയല്ല, ഒരു വൈദ്യന്റെ വീടാ, ആയുർമഠം. അത് ഇവിടുന്ന് താഴോട്ട് പോണം. അതിന് ചേച്ചിക്ക് എന്താ അസുഖം? അത് കുറച്ച് മുട്ടുവേദന, ഒരു കുഴമ്പ് വാങ്ങാനാ. എന്നിട്ടാണോ ഞാൻ കൊണ്ടാക്ക? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, ഞാൻ നടന്നു തന്നെ പൊക്കോളാം. ഇവിടെ തൊട്ടടുത്തല്ലേ. സുജാത പൊയ്ക്കോ. അയ്യോ, മുട്ടുവേദനയാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി നടക്കാൻ ബുദ്ധിമുട്ടാവില്ലേ? അല്ല, നടക്കണമെന്ന് വൈദ്യുതി പറഞ്ഞിരിക്കുന്നേ. സുജാത പൊയ്ക്കോ, എനിക്ക് അപ്പോയിന്റ്മെന്റ് സമയമായി, ഞാൻ പോണേ. അയ്യോ അമ്മേ.